സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മുസ്ലിം ലീഗിലും അസ്വാരസ്യം പുകയുകയാണ്. തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പരസ്യ വിമർശനവുമായി അബ്ദുറഹ്മാൻ രണ്ടത്താണി രംഗത്തെത്തി. ചിലരുടെ താൽപര്യം നടപ്പാക്കാൻ പാണക്കാട് തങ്ങൾമാരെ കരുവാക്കിയെന്ന് അബ്ദുറഹ്മാൻ രണ്ടത്താണി. സ്ഥാനാർത്ഥി നിർണയത്തിൽ നടന്നത് അനീതിയാണെന്ന് വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബീന റഷീദും തുറന്നടിച്ചു. അതേസമയം സീറ്റ് കിട്ടാത്തവരുടെ അതൃപ്തി വൈകാരിക പ്രകടനം മാത്രമാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. പോഷക സംഘടനയെ തഴഞ്ഞു, അവരെ അവഗണിച്ചു. ആ ഒരു ഫീലിംഗ് നൂർബിന റഷീദ് എന്ന വ്യക്തിക്ക് മാത്രമല്ല, വനിതാ ലീഗിലെ മേലെ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള അണികളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാം. എനിക്ക് അങ്ങനെ ആരുടെ അപമാനം കേട്ടാലും ചെറുതാകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപമാനം എന്ന് പറയുന്ന വേർഡൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപമാനത്തിന് പ്രശ്നമൊന്നുമല്ല. വനിതാ ലീഗ് സംഘടനയെ ഫാത്തിമ സഹലിയും ജയന്തി നടരാജനും ഒന്നും വനിതാ ലീഗിന്റെ അല്ലെങ്കിൽ ലീഗിന്റെ മുഖങ്ങളല്ല എന്നാണ്. ലീഗിന്റെ മുഖമല്ല എന്ന് ഞാൻ പറയാൻ പറ്റുമോ? വനിതാ ലീഗിന്റെ മുഖമല്ല. സംഘടനയ്ക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ വനിതാ ലീഗ് അണികളെ അവരുടെ വേദന പൊതുസമൂഹവുമായി പങ്കുവെച്ചിട്ടില്ലെങ്കിൽ അത് ഞാൻ എൻ്റെ വിശ്വാസപ്രകാരം എന്നെ സ്ഥാനത്തിരുത്തിയവർക്ക് അവിടെ ചെയ്യുന്ന ഒരു അനീതിയാണ്. സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമാകും. അത് പാർട്ടിയുമായി കൂടിയാലോചനയൊക്കെ നടത്തുമ്പോൾ അവർ പിന്നെ അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. പാർട്ടി ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് പോകുന്ന ആളുകളൊന്നുമല്ല അവരവർ. ലീഗുകാരായ പുരുഷന്മാരുടെ ലീഗാണ്, ലീഗുകാരായ വനിതകൾ വനിതാ ലീഗാണ്. അങ്ങനെ അതിർത്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് അതിർത്തി പ്രകടിപ്പിക്കുന്നത്, അവരുടെ പിന്നെ വികാരങ്ങൾ എന്താണ് എന്ന് പാർട്ടി ചോദിച്ചറിയും. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും ചേരുന്നുണ്ട്. അരുൺ, ഇത് മുസ്ലിം ലീഗിൽ അത്ര പതിവുള്ള രീതിയല്ലായിരുന്നു ഈ പരസ്യമായിട്ടുള്ള പൊട്ടിത്തെറി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ മുതലാണ് ലീഗിൽ നിന്നും ഇങ്ങനെ പരസ്യമായി പ്രതികരിക്കാൻ തുടങ്ങിയത്. സാധാരണ പാണക്കാട് കുടുംബത്തിലെത്തിയ എല്ലാ പ്രശ്നവും തീരുന്ന രീതിയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. തങ്ങളെ തന്നെ ചിലർ കരുവാക്കി എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ ഉണ്ടാവുകയാണ്. എങ്ങനെ ഇത് ഒതുക്കി തീർത്ത് ഇതൊന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ലീഗിന്റെ തീരുമാനം? പക്ഷേ അത്തരത്തിൽ അവസാന നിമിഷം വരെ ആകാംക്ഷ നിലനിർത്തുന്നതായിരുന്നു ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം. ഒടുവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. പിന്നാലെയാണ് തിരൂരങ്ങാടിയിൽ PMA സമീർ മത്സരിക്കുന്നതിനെ ചൊല്ലി ഇത്തരത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി രംഗത്തെത്തുന്നത്. ഇന്നലെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ തന്നെ അത് തിരുത്തിക്കൊണ്ട് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ട് വിസ്തീർണമായെത്തി. പക്ഷെ ഇന്ന് രാവിലെ കൃത്യമായി തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണി നയം വ്യക്തമാക്കുകയാണ്. പല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത് അഭിനന്ദാർഹമാണ്. പക്ഷേ അങ്ങനെ ഒരു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി വരുന്നു, അത് ചിലരുടെയൊക്കെ താല്പര്യപ്രകാരമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു പരോക്ഷ വിമർശനം കൂടിയായി പരസ്യമായ അത്തരത്തിലൊരു കുറിപ്പുമായി രംഗത്ത് വരുന്നു. പിന്നാലെയാണ് സാദിഖ് അലി തങ്ങൾ കൂടി പറയുന്നത്, ഇത്തരത്തിൽ പലർക്കും അതൃപ്തി ഉണ്ടാകാം, പക്ഷെ അവരെയൊക്കെ ചേർത്ത് നിർത്തുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും LDF ഇത്തരത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി ചർച്ച നടത്തിയെന്ന വാർത്തകൾ ഒരു വശത്തുകൂടെ വരുന്നതാണ്. അത്തരത്തിൽ ലീഗിൽ പതിവുള്ള രീതിയല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ വീണ്ടും പോകുന്നു എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ കാണുമ്പോഴൊക്കെ പിന്നീട് ലീഗ് നേതൃത്വം പറയുമ്പോൾ നേതാക്കൾ വഴങ്ങുന്നതും നേതാക്കൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി എത്തുമോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അബ്ദുറഹ്മാൻ രണ്ടത്താണി അത്തരത്തിലുള്ള പ്രതികരണത്തിനൊന്നും തയ്യാറാകുന്നില്ല. പലപ്പോഴായി നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാലും PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാവിനെതിരെയൊക്കെ ഇത്തരത്തിൽ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നു എന്ന് പറയുന്നത് തന്നെ അത്തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ഒപ്പം തന്നെ വനിതാ ലീഗും ഇന്നലെ തന്നെ നൂർബിന റഷീദ് ഉൾപ്പെടെ കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു. ഫാത്തിമ തഹലിയുടെയും ജയന്തി രാജന്റെയൊക്കെ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ വിമർശനവുമായി രംഗത്ത് വന്നു. അതേ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ലീഗ് എന്തായാലും ഇത്തരത്തിൽ പാണക്കാട് തങ്ങൾ തന്നെ നയം വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ MK മുനീർ ഇന്നലെ വളരെ പക്വമായി പ്രതികരിച്ചു എന്നും അതിൽ സന്തോഷമുണ്ടെന്നും കൂടി തങ്ങൾ അവിടെ പറഞ്ഞു വെക്കുന്നുമുണ്ട്. എങ്ങനെയായാലും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മറുപടി വ്യക്തമാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ, ഈ ഒരു പ്രതികരണത്തിൽ മാത്രം ഒതുങ്ങുമോ, പിന്നീട് വഴങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കണ്ടറിയേണ്ടത്.